ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അടുക്കളയിൽ വന്നു കഴിഞ്ഞപ്പോഴേ പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടോ. ആരാണെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞാണേ. അപ്പോൾ ഞാൻ റവ വറുത്തുകൊണ്ടിരിക്കുകയാണേ. റവപ്പുട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. വറുത്ത റവയെന്ന് എഴുതിയിട്ടുള്ള പാക്കറ്റായിരുന്നേ. എന്നാലും നമ്മളത് വാങ്ങി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പൊടിക്ക് ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പം ഞാനത് എന്തായാലും വറുത്തിട്ട് തന്നെ എടുക്കാറുള്ളൂ കേട്ടോ. എന്നിട്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയുമായിരിക്കും. അപ്പം ഞാൻ പൊടികളൊക്കെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചാണ് കേട്ടോ പൊടി നനക്കുന്നത്. ഉപ്പ് വെള്ളവും തളിച്ചിട്ട് പൊടി നന്നായിട്ട് നനച്ചെടുക്കും. അപ്പം ഞാൻ പൊടി നനയ്ക്കാൻ പോകുമ്പോൾ സമയത്ത് ചേട്ടായി അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതാണ് കേട്ടോ സംസാരിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പുട്ടിന് പഴം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പാളയംകുടം പഴം വേണമെന്ന് പറഞ്ഞ കാരണം പഴം വാങ്ങിയിട്ട് വന്നായിരുന്നു. പിന്നെ മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് തിരിഞ്ഞ് സംസാരിച്ചാണ്. അപ്പോൾ ഇനി ഞാൻ പൊടി നനച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊടി ആദ്യം നനച്ച് വെച്ച് കഴിഞ്ഞിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി അത് പൊടി എടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കുന്ന സമയത്ത് വീണ്ടും റവ പുട്ടിന് പൊടി നനച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡ്രൈ ആയിപ്പോവും. പിന്നെ കുറ്റിയിലേക്ക് വാരിയിടുന്ന സമയത്ത് വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് പൊടി ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് നല്ല കൃത്യമായ രീതിയിലും അളവിലും നമ്മൾ നനച്ചില്ലെങ്കിൽ കട്ട കെട്ടി പോവുകയും ചെയ്യും. പൊടി സൂക്ഷിച്ച് നനയ്ക്കുകയും വേണം. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ നനച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനതൊന്നും ചോദിക്കാൻ വിട്ടുപോയേ. അപ്പോൾ ഞാൻ അതേ കുറ്റിയിലേക്ക് പൊടികളും തേങ്ങയും കൂടെ മാറി മാറി ഓരോ കൈ വീതം ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ ആ പൊടി നനച്ച് വെച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കേ കുറ്റിയിലേക്ക് ഇടാൻ നേരത്ത് നോക്കിയപ്പം വീണ്ടും അത് ഡ്രൈ ആയിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ തളിച്ച് പൊടിയൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൈയൊന്ന് നനച്ചാലും മതി. ഒരുപാട് വെള്ളം കോരി ഒഴിക്കേണ്ട കാര്യമില്ല. വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞ് ആ കണക്കിൽ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ഞാൻ അല്പം തേങ്ങ ഇടും, പിന്നെ കുറച്ച് പൊടി വാരി ഇടും. അങ്ങനെയാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത്. എനിക്ക് തേങ്ങ കൂടുതലായിട്ട് ഇടണം, പ്രത്യേകിച്ചും റവപ്പുട്ടിന് കൂടുതൽ തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ടേ. അങ്ങനെ ഞാൻ ആദ്യത്തെ പുട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കറി ഉണ്ടാക്കാതെ കണ്ട് പഴം കൂട്ടി കഴിക്കാൻ പോയിരുന്നു. പിന്നെ പപ്പടം ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് വറുക്കണം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പുട്ടിന് ആവി വന്നു. അപ്പോൾ ഞാനതൊന്ന് കുത്തി എടുക്കട്ടെ. നല്ല ആവി പറക്കുന്ന ചൂട് പുട്ട്. ഇതിൻ്റെ കൂടെ പാളയംകുടം പഴവും കൂട്ടി, നാടൻ പഴമാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ പുട്ടും പഴവും കൂടെ കഴിക്കാനുള്ള ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ട്. ആദ്യത്തെ പുട്ട് ഇതായിരുന്നു. അപ്പോൾ പാളയംകുടം പഴവും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോണത്. അങ്ങനെ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് കാപ്പൂടി കഴിഞ്ഞ് പിന്നെ അരി ഇടാൻ പോയണേ. അപ്പോൾ ഇന്ന് മോള് വീട്ടിലുണ്ട്. മോൾക്ക് ഇന്ന് രാവിലെ ചോറ് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് രാവിലെ അരി ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ അരിയൊക്കെ വെച്ചത്. മോനും ഇന്ന് വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ് കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം പോയാൽ മതി. 2 ദിവസം വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ് മോൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ഫീൽഡ് ആയതുകൊണ്ടേ കാക്കനാടാണ് ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മോൻ വീട്ടിലുള്ളതുകൊണ്ട് മോനും ചോറ് കൊണ്ടുപോകണ്ടല്ലോ, അതുകൊണ്ടെല്ലാം പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് ഇപ്പുറത്തടുപ്പിൽ വെച്ചിരിക്കുന്നത് ചേട്ടായിക്ക് കഷായം ഉണ്ടാക്കിയാണേ. അപ്പോൾ നമ്മൾ വീട്ടിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ കഷായം ഉണ്ടാക്കി ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്ന മീൻ ഇത് ചമ്പനെന്ന് പറയും കേട്ടോ. 2 ചമ്പനും വാങ്ങിച്ച്, പിന്നെ നങ്കുമായിരുന്നു വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ദേ ഇവിടെ 2 പേര് പുറത്തേക്ക് പോകുന്നത്, 2 പേരും കൂടെ ചേർത്തലേക്ക് പോയാണ് കേട്ടോ. മോൾക്ക് കോളേജ് ടൂറുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെ 2 പേരും കൂടെ സൈക്കിളിൽ പോയിട്ട് കണിച്ചുളങ്ങരെ കൊണ്ടുവന്ന് സൈക്കിൾ വെച്ചിട്ട് പിന്നെ അവർ പ്രൈവറ്റ് ബസ്സിന് പോകാനാണ് പോകുന്നത്. അപ്പോൾ അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും അടുക്കളയിൽ വന്നിട്ട് എൻ്റെ ജോലികളൊക്കെ ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സഹായത്തിന് അവർ 2 പേരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ചോറ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് മാറ്റാൻ പോവുകയാണേ. അപ്പോൾ അത് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നുള്ള പണികളൊക്കെ നമുക്ക് കറിയുടെ പണികളൊക്കെ പെട്ടെന്ന് ചെയ്യാം.
അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ചോറും കറികളൊക്കെ റെഡിയാവും. കഴിഞ്ഞ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി മത്തി ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ചെയ്യാമെന്ന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തി കിട്ടുന്ന ഒരു ദിവസം ആകട്ടെ കേട്ടാ. കാര്യം ഇന്നിപ്പോൾ മീൻ കിട്ടിയത് ചമ്പനും നങ്കുമാണ് കിട്ടിയത്. അത് കാരണം ആ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാനത് മാക്സിമം ഉൾക്കൊള്ളിക്കാൻ നോക്കാം. അങ്ങനെ നങ്ക് തേങ്ങ അരച്ച് കറി വയ്ക്കാൻ പോയാണ്. പിന്നെ ആ ചമ്പൻ മുളകിൽ പൊള്ളിച്ചും കൂടെ എടുക്കാം. പിന്നെ വെണ്ടയ്ക്ക കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണിൻ്റെ പരിപാടിയൊക്കെ അതൊക്കെയാണ്. അപ്പോൾ നങ്കിന് ഞാൻ അരയ്ക്കുന്നതെന്ന് വെച്ചത് തേങ്ങയുടെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ കുരുമുളകും ഒരു പിഞ്ച് പെരിഞ്ചീരകവും ചെറിയ ഉള്ളി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും. ഇപ്പം നങ്ക് കറി വയ്ക്കുമ്പോൾ നമ്മൾ കുരുമുളക് ചേർക്കണം. മെയിനായിട്ടും വേണ്ടത് കുരുമുളകാണേ. അപ്പോൾ കുരുമുളക് പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പം നമുക്ക് പച്ചയൊന്നും കിട്ടാൻ രക്ഷയില്ലല്ലോ. അപ്പോൾ ദേ ഞാനത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി കൂട്ടിയെടുക്കാം. അപ്പോൾ ദേ നങ്ക് ക്ലീൻ ചെയ്ത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നമുക്ക് കറി അടുപ്പത്ത് വയ്ക്കാം. കുടംപുളി ഇട്ടിട്ടാണ് വയ്ക്കുന്നത്. നങ്ക് കറിക്ക് എപ്പോഴും കുടംപുളി തന്നെയാണ് നല്ലത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത്. മാങ്ങയൊന്നും ഞാൻ നങ്ക് കറിയിൽ ചേർക്കാറില്ല കേട്ടോ. അപ്പം നമ്മുടെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണേ. ചെറിയ ഉള്ളി ഞാൻ അരച്ചപ്പോൾ തേങ്ങയുടെ കൂടെ തന്നെ അരച്ചിട്ടുണ്ടായിരുന്നു. പുളിയും ഉപ്പും കൂടെ ചേർത്ത് കറി അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ കറി തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അല്പം, ഒരുപാടല്ല, കുറച്ച്. അപ്പോൾ നമ്മുടെ ചമ്പൻ 2 മീൻ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചതച്ചിട്ടിട്ട് ഞാൻ അടപ്പ് വെച്ചതൊന്ന് മുളക് കറിയായിട്ട് തന്നെ എടുക്കുകയാണേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് തുണി അലക്കിയൊക്കെ കഴുകിയതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അലക്കി കഴുകിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊന്ന് വിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ട് ഇതിനിടയിൽ കൂടി നമ്മുടെ മറ്റുള്ള ജോലികളും ഒക്കെ നടക്കും കേട്ടോ. നമുക്ക് എല്ലാം ഒന്നും വീഡിയോയിലൂടെ ഉൾപ്പെടുത്താനൊന്നും പറ്റില്ല. കാര്യം വെച്ചാൽ ലെങ്ത് കൂടുമല്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അങ്ങനത്തെ മുളക് കറിക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെണ്ടയ്ക്കയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടണം. മീൻകറി ഉണ്ടെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി ഇല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ ഒരു സുഖം തോന്നത്തില്ല. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും എന്തെങ്കിലും പച്ചക്കറി കൂടെ വേണം. അപ്പോൾ കറി തിളച്ച് വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കറി ഒന്ന് പറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണേ. ഉള്ളി ചതച്ചതാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണത്. അപ്പോൾ കറി ഞാനൊന്ന് അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കറികൾ ഇവിടെ നങ്ക് കറിയും ഞാൻ മുളകിൽ കറി വെച്ചതും ഒക്കെ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വെണ്ടയ്ക്കയും മെഴുക്ക് പുരട്ടിയെടുത്ത്. അപ്പോൾ നമുക്ക് ഊണിനുള്ള വിഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഊണ് കഴിക്കണം. അപ്പോൾ കുട്ടികളൊക്കെ 2 പേരും പോയിട്ട് വരാനൊക്കെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു ഇവിടെ എത്തി, വണ്ടി കിട്ടിയോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും വീട്ടിൽ വന്ന് അങ്ങനെ അവർ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഞാൻ കഴുകിയിട്ട് തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നതൊക്കെ പിന്നെ മടക്കിയെടുത്ത് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേട്ടായിയും കൂടെ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ. 4 മണിക്ക് പോകാറുള്ളതല്ലേ എല്ലാ ദിവസവും.
അങ്ങനെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കൂട്ടുകാരെ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ടാറ്റാ.